ഇന്ന് ഞാനേ പറയാൻ പോണതേ ഇപ്പോൾ നമ്മുടെ പേരൻറ്റിങ് അല്ലെങ്കിൽ ആസ് എ പേരൻസ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പകർന്നു കൊടുക്കുന്നത് എന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ മാക്സിമം നമ്മൾ എല്ലാവരും പേരൻസ് എപ്പോഴും സ്ട്രെസ്സാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ പറ്റി സ്ട്രെസ്ഡ്, അവരുടെ പഠിത്തത്തെ പറ്റി സ്ട്രെസ്ഡ്, അവരുടെ മൊബൈൽ ഉപയോഗത്തെ പറ്റി സ്ട്രെസ്ഡ്, എല്ലാ രീതിയിലും നമ്മൾ എന്താണ് സ്ട്രെസ്സിലാണ്. ഫുൾ സ്ട്രെസ്, എപ്പോഴും സ്ട്രെസ്. എന്നാൽ നമ്മളെന്താ ചെയ്യണേ? ഏർലി മോർണിംഗ് എണീക്കുന്നു. ഫസ്റ്റ് നമുക്ക് ആ ബെഡിൽ തന്നെ കിടന്ന് നമ്മുടെ മൊബൈലിൽ എത്താൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എത്തിപ്പിടിച്ച് അത് തുറന്ന് ഫസ്റ്റ് ഫേസ്ബുക്ക് നോക്കണം, വാട്സപ്പ് നോക്കണം, റീൽസ് കാണണം. നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ പറ്റണ സമയം അത് എന്തെങ്കിലുമൊക്കെ കണ്ടു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷേ നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് എങ്ങനെയായിരുന്നു? അവരതിരാവിലെ എണീച്ച് മൊബൈൽ നോക്കാനാണോ പോയിക്കൊണ്ടിരുന്നത്? അല്ല, അവരതിരാവിലെ എണീറ്റ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്കിടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന് നമ്മളെക്കാളും കഷ്ടതയോടെ അവർ ജീവിച്ചത്. പക്ഷേ അന്ന് അവർ ദൈവത്തെ വളരെയധികം വിളിച്ചു. അതിപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും അവരതിരാവിലെ അവരുടെ ദൈവത്തെ വിളിച്ച് നന്ദി പറഞ്ഞ് ആണ് അവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോഴോ നേരെ എണീറ്റ് നമ്മൾ മൊബൈലെടുക്കും. അതിൽ നെഗറ്റിവിറ്റി, അവിടെ തൂങ്ങിച്ചത്തു, ഇവിടെ ആത്മഹത്യ ചെയ്തു, അവിടെ ഒളിച്ചോടി, ഇവിടെ പീഡിപ്പിച്ചു. ഈ ന്യൂസുകളെല്ലാം നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത് ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ്. ആ നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡിയിൽ ഫുള്ള് കുത്തി നിറച്ചാണ് രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് വരുന്നത്. അപ്പോൾ എന്താവും? ആ ഒരു ദിവസം മുഴുവനും എന്തായി? നമ്മൾ നെഗറ്റീവ് എനർജിയായിട്ട് നമ്മളുടെ പ്രവൃത്തികളിലും നമുക്ക് കിട്ടണതും നമ്മൾ കൊടുക്കണതും സർവ്വതും നെഗറ്റീവായി അല്ലേ? അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പറഞ്ഞ അനുസരണയില്ലാതെ ചെയ്യുമ്പോഴോ ഒക്കെ പിന്നെ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ ഓടി നടക്കുക. നമ്മുടെ കൊച്ചുങ്ങൾ, അയ്യോ അവർ ശരിയാവണില്ല, അയ്യോ അവർ മൊബൈലിന് അഡിക്റ്റാ, അവർ പറഞ്ഞാൽ കേൾക്കണില്ല, അനുസരണയില്ല, പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ല, ഒന്നുമില്ല. നമ്മൾ ഓടി നടക്കുക. ആരുടെ? സൈക്യാട്രിസ്റ്റ്, മെൻ്റലിസ്റ്റ്, തെറാപ്പിസ്റ്റ്. നമ്മൾ പോവാത്ത സ്ഥലങ്ങളില്ല നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അല്ലേ? പക്ഷേ ആസ് എ പേരൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല സൈക്യാട്രിസ്റ്റും ഏറ്റവും നല്ല മെൻ്റലിസ്റ്റും ഏറ്റവും നല്ല കൗൺസിലറും ആരാ? അത് അവരുടെ പേരൻസ് തന്നെയാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ ലോകം മൊത്തം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവുകളും പറഞ്ഞുകൊണ്ട് ഓടി നടക്കുവാണ് അല്ലേ? ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത് ഒരു ജീവിതത്തെ ഒരു സിനിമ പോലെ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിലെ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ആ സിനിമയിലെ ഹീറോയും എല്ലാം എന്തായിരിക്കണം? അവരുടെ പേരൻസ് ആയിരിക്കണം. ഈ കൗൺസിലറും സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ബാക്കി ആരൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വന്നാലും അവരെന്തായിരിക്കണം? അവർ ആ സിനിമയിലെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുണ്ടോ? ഒരു കുഞ്ഞിനും ഓരോ അമ്മയുടെയും അപ്പൻ്റെയും അടുത്ത് വന്ന് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം നമ്മൾ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ പിള്ളേർ ആവശ്യത്തിന് അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം ആ പേരൻസിൻ്റെ അടുത്ത് വന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള പേടി. അത് കാരണം നമ്മളോട് കുഞ്ഞുങ്ങളൊന്നും തുറന്നു പറയില്ല. അപ്പോൾ അതേസമയം അവരെ ശരിക്കും ചേർത്ത് നിർത്തി എൻ്റെ അമ്മയോട് എനിക്കെല്ലാം തുറന്നു പറയാം, അല്ലെങ്കിൽ എൻ്റെ അപ്പനോട് എനിക്ക് ഷെയർ ചെയ്യാം എന്ന ഒരു വിശ്വാസം ആ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ ഏതൊരു പ്രോബ്ലംസും അവർ നമ്മളോട് വന്ന് ഷെയർ ചെയ്യും. ഇന്ന് നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവരെന്താ കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് മൊബൈലാവും, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആരാണോ അവരിലേക്ക് ചായും. അപ്പോൾ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരോട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനുള്ള ഒരു ഇൻറ്റിമസി കുഞ്ഞുങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ പെട്ടെന്നുള്ള റിയാക്ഷൻ അവരിൽ ദേഷ്യമാണ് ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ.
അതുകൊണ്ട് നമ്മൾ ഓരോ പേരൻസും അറിയേണ്ടത്, നമ്മൾ പണ്ട് പൂർവികർ പറയില്ലേ, കൂമ്പി കൊണ്ടുവന്ന് വളമിട്ടിട്ട് കാര്യമില്ലെന്ന്. അവരെ എപ്പത്തൊട്ട് നമ്മുടെ അടുത്തേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്നുവോ, അവർക്ക് നമ്മുടെ അടുത്ത് എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കുന്നുവോ, അത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്ക് ചേർന്ന് പറ്റി ജീവിക്കും. പിന്നെ ഒരു പ്രായത്തിൽ അവരുടേതായ ഹോർമോണൽ ചേഞ്ചസിൻ്റെയും പക്വതയുടെയും ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തും. പക്ഷേ ആ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് സ്നേഹം കൊടുത്ത് മാറ്റി തിരിച്ച് അവരെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ട്രെസ്സിൻ്റെ പ്രധാന കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിനിയോഗിക്കുന്നുണ്ട് പോലെ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്.